സാർ ഈ ഡിപ്പാർട്ടഡ് ആയ ഒരു ആത്മാവിന് അപ്പം അതിന് ശരീരമില്ലല്ലോ. അപ്പം നോർമലി അങ്ങനെയുള്ള അവർക്ക് നേരിട്ട് ഒരാളിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, സാധ്യതകൾ ഉണ്ടാക്കുക, അതിലൂടെ അവരെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സാധാരണ കേട്ടുള്ളത്. പക്ഷേ അപൂർവമായ ചില സമയങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തുറന്നൊരു വയലിന്റെ ഭാഗത്തൂടെ നടന്നു പോകുന്നിട്ട് വീട്ടിൽ എത്തി നോക്കുമ്പോൾ ബനിയനും ഷർട്ടും കാണും. ഇത് അഴിച്ചു നോക്കുമ്പോൾ മുഖത്ത് ഇങ്ങനെ വരകൾ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നീട് അമ്മ നോക്കിയിട്ട് പറയും അത് ഇന്ന ആളിന്റെ ഒരു ശവകുടീരത്തിന്റെ അടുത്തൂടെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെങ്ങനെയാണ് സാർ അതുണ്ടാകുന്നത്? കാരണം അത് വ്യക്തമായ എനിക്ക് പറയാൻ പറ്റും. കാരണം രണ്ട് സൈഡിലും മുൾച്ചെടികളില്ല. കാരണം വളരെ റാഷണലായിട്ട് നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ സോൾസിന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സോളിന് മറ്റൊരാളുടെ ഭൗതിക ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഓം നമഃ ശിവായ. അത് സാധിക്കില്ല എന്ന് ഞാൻ തീർച്ച പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്ന്, ഒരാളിൻ്റെ ശവകുടീരത്തിൽ ഇയാളിങ്ങനെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അല്ല, എങ്ങനെ ആയിക്കോട്ടെ, അയാളവിടെ താമസിക്കുകയാണ് എന്നുള്ള ഒരു സംശയം. അപ്പം ഈ ശവക്കോട്ട ഇതിലെ ഈ ആത്മാക്കളെല്ലാം ഇങ്ങനെ ടെൻ്റടിച്ച് താമസിക്കുകയാണ് എന്നൊരു ബിലീഫുണ്ട്. എനിക്കത് വളരെ സംശയമുണ്ട്. ഈ ശവക്കോട്ടയിൽ പല അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ പോകുന്നവരുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. യഥാർത്ഥത്തിൽ ആത്മാക്കളുമായിട്ടൊരു ബന്ധവും വേണമെന്നില്ല. അതുപോലെ ഇപ്പോൾ തങ്ങളെ ഇങ്ങനെ ഒരു ശവകുടീരത്തിനടുത്തപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് തങ്ങൾ തന്നെ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ചൊറിഞ്ഞതാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഇത് ഒരു പ്രാവശ്യമാണ് സാർ, പല പ്രാവശ്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കേസുകൾ ധാരാളം ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെയല്ല, ഈ മരിച്ച ഒരു ആത്മാവിന് ഒരാളുടെ പുറത്ത് ഇങ്ങനെ നാം കൊണ്ട് ഇങ്ങനെ പോറലുണ്ടാക്കിക്കൊണ്ട് എന്ത് കിട്ടാനാണ്? അതുപോലെ നമ്മൾ അന്നൊരു ദിവസം പോയൊരു കേസ് ഉണ്ടല്ലോ സാർ, അവിടെ ഒരു ലേഡിയുടെ കേസ് സാർ ഓർക്കുന്നില്ലേ? അവരിങ്ങനെ ലെഗിൻസ് ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെയാണ് അവർ ഇതിട്ടുന്നത്. കാരണം അവർക്ക് ഈ വെരിക്കോസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നല്ല ടൈറ്റ് ലെഗിൻസ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഒരു ചുരിദാർ ധരിച്ചിരുന്ന റിട്ടയർഡ് ആയ ഒരു മാഡം, സാറും ഞാനും വേണും കൂടെ പോയിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ അവരുടെ ഈ ഇന്നർ തൈസിൽ ഇതുപോലുള്ള വരകൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പൊ അത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. പിന്നെ ദേഹത്ത് ഇങ്ങനെ വരുന്ന കേസ് ഞാനും കണ്ടിട്ടുണ്ട്. സാറിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? സാറിന്റെ മുഖത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കേസ് ഞാൻ കണ്ടു. അവരുടെ ഹസ്ബൻഡ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് തന്നെ ചൊറിയാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ, ഇവരെല്ലാം സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ആണ് ആ സമയത്ത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് കൊണ്ട് സ്കിന്നിൽ മാർക്ക് വരാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ നോക്കത്തില്ല. അല്ല, അപ്പൊ അതൊരു ഇൻഡ്യൂസ്ഡ് എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അതെ ഐദർ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എലിമെന്റ് കൊണ്ട് സംഭവിക്കുന്നുള്ള. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സാർ ഈ ചാത്തനീർ എന്ന് പറയുന്നൊരു സംഗതിയെ കുറിച്ച്. അത് എന്റെ ബാല്യകാലത്തില് എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നെ പ്രസവിച്ച സമയത്ത് വളരെ ടിപ്പിക്കലായ ഒരു നാട്ടിൻപുറമാണ്, ഒരു കാടിന്റെയൊക്കെ ഭാഗമാണ്. അപ്പൊ അമ്മയെ എന്നെ ഇങ്ങനെ കിടത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കല്ലുകൾ വന്ന് വീഴും. അപ്പൊ വീഴുന്നത് അതിന്റെ ചുറ്റാകെ ഇങ്ങനെ വന്ന് വീഴും എന്നാണ്. അപ്പൊ അത് ഒന്ന് രണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ എന്നിട്ടും കല്ല് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് മാറിപ്പോണം, ഇല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ കല്ല് തിരിച്ചു വന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് പോൾട്ടർ ജസ്റ്റ് അങ്ങനെയല്ലേ സാർ? അപ്പൊ ചാത്തനേർ, അതിനെ കുറിച്ചുള്ള സാറിന്റെ എക്സ്പീരിയൻസ്. സാർ നന്ദൻകുടം കൊണ്ടൊരു വീട്ടിൽ പോയത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, കാണുമായിരുന്നു. ഇപ്പൊ റേറാണ്, ഇപ്പോഴും ഉണ്ട്.
പക്ഷെ വളരെ അപൂർവം. അപൂർവമാണ്. അവസാനം നടന്നത് ഇതിന് വളരെ അടുത്താണ്. അതിന്റെ ആര് കാരണമാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ അത് വേറെ ആരും ചെയ്യുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം സമീപത്തുള്ള ഒരുപാട് ഓട്ടോക്കാർ, ചെറുപ്പക്കാർ ഇവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശല്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് വേറെ ആർക്കും അവിടെ ഒന്ന് അറിയാനും നോക്കത്തില്ല. അത് അത്ര രാത്രിയിലുമല്ല, സന്ധ്യയ്ക്കും പകലും ഒക്കെ സംഭവിക്കും. ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഒരു അജിറ്റേറ്റഡ് യൂത്ത് ഉണ്ടാവുന്ന സാർ അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പം ഒരാൾക്ക് വീട്ടുകാർ കല്യാണം ആലോചിച്ചു. ഇയാൾ ആ സമയത്ത് ഗൾഫിലാണ്. ഇയാള് തിരിച്ച് വന്ന ഉടനെ പെണ്ണ് കാണാൻ പോയി. അപ്പൊ വീട്ടുകാരൊക്കെ ആയിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇയാളും പെണ്ണുമായിട്ട് സംസാരിച്ച് ഇയാൾക്ക് പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പെണ്ണിന് ഇയാളെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കല്യാണം ക്യാൻസലായി. പിറ്റേ ദിവസം തൊട്ടാണ് ഈ സംഭവം. പെണ്ണിന്റെ വീട്ടിലാണ് സംഭവം. അപ്പൊ അത് ഇയാള് ആണെന്ന് അറിയാം. പക്ഷെ ഇയാളുടെ വീട്ടിൽ ഇരിക്കുകയാണ്, കുറച്ചപ്പുറത്താണ്. അപ്പൊ ഇയാൾ അവിടെ ഇരിക്കുകയാണ്. ഇയാളെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശല്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവരെല്ലാം അന്വേഷിച്ചപ്പം ഇവര് കുറെ ദൂരെ നിന്ന് ഇങ്ങോട്ട് വീട് മാറി വന്നതാണ്. ആ വീട്ടിലായിരുന്നപ്പോ ചുറ്റുപാടെല്ലാം ഇതുപോലെ ശല്യം ഉണ്ടായിട്ട് ഈ പയ്യനാണെന്ന് ചുറ്റുപാടുള്ളവർ കണ്ടുപിടിച്ച് ഇവരൊക്കെ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെയാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പൊ ഇയാള് ആണ് എന്റെ പറയില്ലെന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. പക്ഷെ ഇയാളുടെ വീട്ടിൽ ഇരിക്കുമ്പോഴും ഈ 3-4 വീട് ഇപ്പുറത്തുള്ള പെണ്ണിന്റെ വീട്ടില് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ഗ്ലാസ്, കണ്ണാടി, ജനലിന്റെ കണ്ണാടി പൊട്ടുക, കല്ലുകള് ചെറുപറ വന്ന് വീഴുക. അപ്പൊ ഇയാളുടെ ഒരു മനസ്സിന്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് അങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആസ് ഇസ് ദ ഹ്യൂമൻ മൈൻഡ് സോ ഇസ് ദ കോസ്മിക് മൈൻഡ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ മൈൻഡിന്റെ ഒരു ഇതനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതൊരു സൈക്കോകൈനറ്റിക് എഫക്ട് എന്നുള്ളതാണ് എന്റെ ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ. ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഈ ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹിമാലയത്തിൽ പോകുമ്പോൾ സാറിന് അങ്ങനെ വളരെ മീൻസ് നമുക്ക് സാധാരണ പറഞ്ഞാൽ ആൾക്ക് കൺവിൻസിങ് ആവാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ സാറിന് ഉണ്ടായിട്ടുണ്ടോ? സാർ പലതും റിവീൽ ചെയ്യാറില്ല എന്നുള്ളതാണ്. കൺവിൻസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഹിമാലയത്തിൽ വെച്ച് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങനെ വലിയ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒന്നുമല്ല. ടെലിപ്പതിയാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ചില ആളുകൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാതെ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ എം കെ രാമചന്ദ്രൻ സാറിന്റെ പുസ്തകങ്ങളിലൊക്കെ അവരിങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ നിന്നിട്ടാണ് ഇങ്ങനെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിക്കുന്നതായിട്ടും, അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ആൾ വരുന്നുണ്ട്, ആളുടെ കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് എല്ലാം അവർക്ക് ലഭിക്കുന്നതായിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. ടെലിപ്പതിയുടെ പല തലങ്ങൾ വെച്ച് ആണ് അതിൽ സംഭവിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ ടെലിപ്പതിയെ കുറിച്ച് സാറിന്റെ ഒബ്സർവേഷൻ എന്താണ്? അത് റെസണൻസ് പ്രിൻസിപ്പിള് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കും. അപ്പോൾ ടീച്ചറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന അത്ര ഇപ്പോൾ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ കൂടെ ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഒരു കുട്ടിക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഒരു ടെലിപ്പതി കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ ടീച്ചറും സ്റ്റുഡൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക, ടീച്ചറിന് കുട്ടിയെ കാണാൻ പറ്റുക, കുട്ടിക്ക് ടീച്ചറിനെ കാണാൻ പറ്റുക. അവിടെയൊക്കെ ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അപ്പുറത്ത് മറ്റുള്ള ഒരു മറ്റു തലങ്ങളിലുള്ള. അതെ, സൈമിൾട്ടേനിയസ് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ടെലിപ്പതി സയന്റിഫിക് ആണ്. അതെ, ഈ സയന്റിഫിക് എന്ന് വെച്ചാൽ അതെ നമ്മുടെ നോർമലി പറഞ്ഞതാണ്. അപ്പൊ സാറിന് ഇപ്പൊ അടുത്ത കാലത്ത് സാറുമായിട്ട് പിന്നെ നയൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ അയാളുടെ കുറെ കാര്യങ്ങൾ സാറ് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായി നയനെ വിളിച്ചിട്ട്. അപ്പോ നയൻ ഇതുപോലെ ടെലിപ്പതിയുടെ ഒരു വലിയ ESP അയാൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് സാറ് ഒന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്.
അപ്പം ഈ സാവന്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേകമായ പൊട്ടൻഷ്യൽ വരാനുള്ള റീസൺ എന്താണ് സാർ? അപ്പൊ അതുപോലെ ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു പ്രശാന്ത് ചന്ദ്രൻ എന്ന് ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ ഡോക്ടറേറ്റ് ഇപ്പൊ കിട്ടി. അപ്പൊ അദ്ദേഹത്തെ സാറ് കണ്ടിട്ടുണ്ടോ? പുള്ളി ഒരു 10 കോടി വർഷത്തെ കലണ്ടർ ബൈഹാർട്ടാണ്. അപ്പൊ അയാള് ക്യാമ്പസിൽ താമസിക്കുന്ന കുട്ടിയാണ്. അല്ല സാർ, അല്ല. പുള്ളി ട്രിവാൻഡ്രത്ത് കരമന ഭാഗത്താണ് താമസിക്കുന്നത്. ഒരുപാട്, അതായത് പിന്നെ ഇന്റർനാഷണൽ റെക്കോർഡുകളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്, നാഷണൽ റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ പുള്ളിക്ക് പരസഹായമില്ലാതെ ശരിക്കും പെരുമാറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വെച്ചാൽ സാറ് പോയി കാണുമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മളൊരു സംഖ്യ പറയുമ്പോൾ 10 കോടി വർഷത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് കുട്ടി അന്ന് ഏത് ഡേ ആണെന്നും അന്നത്തെ ഡീറ്റെയിൽസ് എല്ലാം പറയും. അപ്പോൾ അതുപോലെ തന്നെ ഒരു 50-100 വർഷത്തിനപ്പുറമുള്ള ഒരു ആറ്റുകാൽ പൊങ്കാല ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം അത് ഏത് ദിവസമാണെന്ന് പറയും. വിതിൻ സെക്കൻഡ്സ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് അയാൾ പറയുന്നുണ്ട്. അപ്പൊ വേറെ ഒരുപാട് കഴിവുകളുണ്ട്. കൈ വെറുതെ ഇങ്ങനെ നീട്ടിയിട്ട് ടെമ്പറേച്ചർ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടേതായിട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സാവന്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പല ആളുകൾക്കും പലതരത്തിലുള്ള ഹൈ പൊട്ടൻഷ്യലുകൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ കോസ്മിക് കോൺഷ്യസ്നെസ്സുമായിട്ട് അവർ കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണോ, എന്താണ് സാർ അവരുടെ ഒരു നയന്റെ ഒരു ഇതില് സാർ പറഞ്ഞ നയനെ മുൻനിർത്തിക്കൊണ്ട്? ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ നമുക്കെല്ലാം ഈ പല ഇങ്ങനെയുള്ള കപ്പാസിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഈ നമ്മളുടെ ഓർഡിനറി റിയാലിറ്റിയുമായിട്ട് ട്യൂൺഡാണ്. അതെ. അത് വിടാൻ നമുക്ക് തന്നെ താല്പര്യമില്ല. പക്ഷേ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ നോർമലായിട്ടുള്ള കഴിവുകൾ പലതും ബ്ലോക്ക്ഡ് ആകുമ്പോൾ ഈ നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലത് വെളിയിൽ വരും. അത് ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇപ്പം നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്കും ഈ ടെലിപ്പതിയും ക്ലാർവോയൻസും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമായിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ടോ അത് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ടെലിപ്പതി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി, എന്തുകൊണ്ട് നമുക്ക് ക്ലാർവോയൻസ് ടെസ്റ്റ് ചെയ്തുകൂടാ, പ്രീകോഗ്നിഷൻ ടെസ്റ്റ് ചെയ്തുകൂടാ. ഇത് ഞാൻ സജസ്റ്റും ചെയ്തു. എന്നോട് പറഞ്ഞു, നമ്മൾ ഒരു നമ്പർ എഴുതാൻ പോവുകയാണ്, അതെന്താണെന്നൊന്ന് പറയാമോ? പക്ഷെ ഞാനത് പറഞ്ഞില്ല. പിന്നെ ക്ലാർവോയൻസ്, നമ്മൾ ഒരു നമ്പർ എഴുതിക്കൊണ്ട് വരിക, അതൊരു ബോക്സിനകത്ത് അടച്ചു വെക്കുക, അതെന്താണെന്ന് എഴുതാൻ എന്നോട് സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ടെലിപ്പതി തന്നെ കൂടുതലാണ്, എന്തിനാ ഈ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ചെയ്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻഹിബിഷൻ ഉണ്ട്, ഈ നോർമൽ റിയാലിറ്റിയുടെ അപ്പുറം പോവാൻ. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് മാത്രമല്ല, ഹാൻഡിക്യാപ്ഡ് മാത്രമല്ല, ഈ പാരാസൈക്കോളജിക്കൽ റിസർച്ച് കാണിക്കുന്നത് എനി ടൈപ്പ് ഓഫ് പാത്തോളജി സൈക്കൻഡ്യൂസീവ് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം സൈക്കോട്ടിക്സ് ആയാലും മെൻ്റലി റിട്ടാർഡ് ആയാലും ഈ മറ്റ് രീതിയിൽ ഈവൻ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ആയപ്പോലും ഈ പാത്തോളജിക്കൽ പോപ്പുലേഷൻസിലൊക്കെ കൂടുതലാണ് നോർമൽസിനെക്കാൾ. അതൊരു കോമ്പൻസേറ്ററി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഹിബിഷൻ അവർ തന്നെ കളയുന്നതാണ്, അതുകൊണ്ടായിരിക്കാം. നോർമൽസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓരോ സമൂഹം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. അതെ, ഇപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ സൈക്കോപാത്തീസ് ഒക്കെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് നോർമൽ റിയാലിറ്റിയിലാണ് ജീവിക്കേണ്ടത്. അപ്പൊ ഈ ചില ആൾക്കാർ പ്രവചനങ്ങൾ നടത്തുന്നു. അപ്പൊ ഈ അടുത്ത കാലത്തും സാറിന്റെ 1-2 വീഡിയോയില് സാർ പറഞ്ഞിട്ടുണ്ട്, സാറിനോട് ചില ആൾക്കാർ നേരിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവരിങ്ങനെ ഒരു പ്രമോണിഷൻ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായി പ്രൊഡിക്റ്റ് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസത്തിനകത്ത് അത് എക്സാക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും അവരുടെ ഈ പറഞ്ഞൊരു മൈൻഡ് മറ്റു തരത്തിലേക്ക് ഉയരുന്നത് കൊണ്ടാണോ, അതോ അവരിലൂടെ അത് വെളിവാക്കപ്പെടണം? മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണ്, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കണ്ടത്.
മെഡിറ്റേഷനിൽ കൂടെ പലർക്ക് ഇതുപോലെ ഫ്യൂച്ചർ ഇൻസിഡൻസ് കാണാൻ പറ്റുന്നു. അപ്പൊ ഈ ചെറിയ കുട്ടികളിലുള്ള ഒരു ദൈവഭാവം അല്ലെങ്കിൽ 4 വയസ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, 3 വയസ്സ് വരെയൊക്കെ വേണമെങ്കിൽ ആ കുട്ടി ജനിച്ച സാഹചര്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രൊഫഷൻ ഉണ്ട്. പിന്നെ ഒരു 4 വയസ്സ് വരെയൊക്കെ അവരുടെ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് വളരെ സ്ട്രോങ് ആയിരിക്കും, പിന്നെ അത് ഡിമിനിഷ് ചെയ്ത് പോകും. അങ്ങനെയുള്ളത് കേട്ടിട്ടുണ്ട്. നോർമലി വളരെ അപൂർവം ആളുകളിൽ മാത്രമേ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഇയാൻ സ്റ്റീവൻസിന്റെ ഒക്കെ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അപ്പം അത് അതിനെക്കുറിച്ച് സാറിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്? ഈ തീരെ കൊച്ചു കുട്ടികളിൽ ഈ സൈക്കപ്പാസിറ്റീസ് അഡൽസിനെക്കാളും കൂടുതലാണ്. അത് വളരെയധികം പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത് അവർ കൂടുതൽ ഇന്നസെന്റ് ആണ്. ഇത് നോർമൽ റിയാലിറ്റി നിന്ന് മാറിയതാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് മൃഗങ്ങൾക്കും കൂടുതലാണ്, പട്ടികൾക്ക് പ്രത്യേകിച്ച്. അതുപോലെ കൊച്ചുകുട്ടികൾ ഇപ്പൊ കരയുന്നത് നമുക്ക് അറിയാം, അവരുടെ ഒരു ഡിസ്കംഫർട്ട് വരുമ്പോൾ കരയും. പക്ഷെ അവരെന്തിനു ചിരിക്കുന്നു എന്നുള്ളതിന് സയൻസിന് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചെറിയ പ്രായത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവരുടെ കോൺഷ്യസ് മൈൻഡ് പോലും അത്ര സ്ട്രോങ് ആയിരിക്കുമ്പോൾ എങ്ങനെ സ്വപ്നം ഉണ്ടാവും, മീൻസ് സബ് കോൺഷ്യസിന്റെ വർക്കായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴൊരു പ്രിമിറ്റീവ് മൈൻഡിന്റെ അല്ലെങ്കിൽ വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രസൻസ് അവിടെ പറയുകയും ആ പ്രസൻസിൽ ഇവരുടെ പാസ്റ്റ് ലൈഫ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എൻറ്റിറ്റീസുമായിട്ട് അല്ലെങ്കിൽ അവർ വന്ന ആ മേഖലകളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാവുന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രൂഫ് ഒന്നുമില്ല. വേർഡ്സ്വർത്ത് പറഞ്ഞ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറയുമ്പോൾ ആ ഒരു അത് പ്രിമിറ്റീവ് ട്രൈബ്സിന്റെ ഇടയ്ക്കും ഇത് വളരെ കോമൺ ആണ്, വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ഞാൻ ഒരുപാട് പ്രിമിറ്റീവ് ട്രൈബ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിത് പല ട്രൈബ്സും ഇത് നോർമലായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കും. അതെ അതെ അതെ. ആഫ്രിക്കയിലെ ചില ഇതിനകത്ത് അവർ ഈ ജനിച്ച കുട്ടി കുറച്ച് കഴിയുമ്പോഴേ അവർ കുറെ ഭക്ഷണങ്ങളും കുറെ സാധനങ്ങളും ഇത് വെക്കും. എല്ലാ അമ്മമാരെ സെലക്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയാണ്. അപ്പൊ ഈ കുട്ടി ഏതാണോ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്, 1, 2, 3 ഐറ്റംസ് എടുക്കുമ്പോൾ അത് മാത്രം ഇഷ്ടപ്പെട്ടുന്ന ഒരാളുടെ റീഇൻകാർണേഷൻ ആണിത്, അല്ലെങ്കിൽ ആ ആളുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തില് നാഗ സന്യാസിമാരെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവധൂത സങ്കല്പത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ അവധൂതരെയും അതുപോലെ തന്നെ സാധാരണ ഈ മാനസിക വിഭ്രാന്തി വന്ന് ഭിക്ഷക്കാരായി നടക്കുന്ന ആളുകളെയൊക്കെ കണ്ടാല് പ്രത്യക്ഷത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഈ ക്ലിയർ സെന്റിനൻസ് എന്ന് പറയുന്ന സെന്റിയൻസ് അല്ലേ, അങ്ങനെ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നത് പറയുന്നുണ്ട്. അവരിൽ നിന്ന് പ്രത്യേകമായ സുഗന്ധം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒട്ടും ഘോരമല്ലാത്തതെന്നാണ് അഘോരി എന്നുള്ള വാക്കിന്റെ അർത്ഥം. പക്ഷെ ഘോരമായ രൂപത്തിൽ അവരെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അഘോരികളുമായിട്ട് സാറിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസുകളൊന്ന്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ അഘോര സമ്പ്രദായം അല്ല അഘോരികൾ, അവരെ പറ്റി ഒരുപാട് സംസാരം ഇങ്ങനെ ഉണ്ട്. അവരെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. അപ്പൊ ഇത് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സമ്പ്രദായമാണ്. ഇവര് ഹിമാലയത്തിലാണ് കൂടുതൽ. ഇതൊക്കെയാണ് തെറ്റിദ്ധാരണകൾ. ഈ ശങ്കരാചാര്യർക്ക് മുമ്പ് ഈ ഒരുപാട് തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ വീട് വിട്ട് സന്യാസവൃത്തിയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സമ്പ്രദായങ്ങളൊക്കെ. ശങ്കരാചാര്യരുടെ കാലത്ത് ഇത് കോഡിഫൈ ചെയ്തു. ദശനാമി എന്ന് പറഞ്ഞ 10 ഗ്രൂപ്പ്സ് ആക്കി. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് നാഗാ സന്യാസിമാർ. അത് ക്ഷത്രിയരെ ആണ് നാഗാ സന്യാസിമാരായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ദശനാമികളിൽ ചില കാസ്റ്റിൽപ്പെട്ടവരെ എടുക്കുകയുള്ളൂ. അത് 4-5 സന്യാസാശ്രമത്തിലെ ഹെഡാണ് അവർക്ക് ഇനീസിയേഷൻ കൊടുക്കുന്നത്. അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഗ്രൂപ്പിലുള്ളത് അത് ചെയ്യണം. അപ്പൊ ഇത് ഈ സന്യാസ വൃത്തിയിൽ ഒരുപാട് കറപ്ഷനൊക്കെ ഉണ്ടായി. അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ശങ്കരാചാര്യ ചിട്ടകളൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ ഉദരനിമിത്തം ബഹിർകൃത വേഷം എന്ന് പറഞ്ഞ ശങ്കരാചാര്യ തന്നെ പദവെന്നത്തിൽ പറയുന്ന പോലെ ഈ ഉപജീവനത്തിന് വേണ്ടി ഒരുപാട് പേര് കാവ്യവേഷം ഇട്ട് ഇങ്ങനെ അലഞ്ഞിരിക്കുന്നുണ്ട്.
ഇപ്പൊ ഹിമാലയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഉം. മാസാമാസം വീട്ടിലേക്ക് മണി ഓർഡർ അയക്കുന്ന ഉം, ഉം, ഉം. സന്യാസിമാരുണ്ട്. അവര് യഥാർത്ഥ സന്യാസിയൊന്നല്ല. അല്ല. സനബായി യഥാർത്ഥ ആ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഖോരികളുമായിട്ട് ബന്ധമുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. അതെ. അപ്പൊ ഈ അഘോര സമ്പ്രദായം എന്നുള്ളത് യഥാർത്ഥ അഘോരികള് ഹിമാലയത്തിലല്ല, ബനാറസിലാണുള്ളത്. ഓ. ബനാറസിലെ ഗംഗയുടെ തീരത്താണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഉം, ഉം, ഉം. പിന്നെ ഈ ഏതാണ്ട് അഘോര്യമാര് ഈ അഘോര സമ്പ്രദായം അതിനെപ്പറ്റി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. അത് വളരെ അടുത്ത കാലത്ത് ഒരാളാണ് എഴുതിയത്. അത് പേര് ഞാൻ മറന്നുപോയി. ഉം. അതൊരു സിസ്റ്റമാറ്റിക് പാത്താണ്. ഉം, ഉം, ഉം. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും ഈ അവരെ പോലെ വേഷമിട്ട് ബനാറസിൽ ധാരാളം കാണാം. ഉം, ഉം, ഉം. അപ്പൊ അവര് ഓവർ ഡ്രസ്ഡാണ്. ഉം, ഉം. എന്ന് വെച്ചാൽ ഒരുപാട് മാലകൾ, അതെ, അതെ, അതെ. ഒരുപാട് തലയോട്ടികള് ഉം, കാണിക്കുക. ഇതൊക്കെ ഒരു പ്രദർശനമാണ്, എക്സിബിഷനാണ്. ഉം, ഉം, ഉം. എന്നിട്ട് അത് നമ്മൾ തന്നെ സംസാരിക്കാൻ തുടങ്ങിയ അവർ ഉടനെ പൈസ ചോദിക്കും. ഉം, ഉം, ഉം. എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ 100 രൂപ തരണമെന്ന് പറയും. ഉം, ഉം, ഉം. അപ്പൊ എന്തിനാണ് ഇവര് ആളുകൾ ഒരുപാട് വരുന്ന സ്ഥലത്തൊക്കെയാണ് ഇവർ ഇരിക്കുന്നത്. ഉം, ഉം. അപ്പൊ ഇതൊരു ജീവസന്ധാരണ. ഈ യഥാർത്ഥ അഘോരി ദേഷ്യം എടുത്തവരും കൂട്ടത്തിൽ കാണാം. ഇതല്ലാതെ ഒരുപാട് വേഷം, ഇദ്ദേഹം മുഴുവൻ ഭക്ഷണം പൂശി. അതെ, അതെ, അതെ. അപ്പൊ യഥാർത്ഥ സന്യാസിക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉം, ഉം, ഉം. ഈ തലയോട്ടി എന്താണ് ഒരു മരിച്ച ഒരാളുടെ അതെ. അത് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ഇത് വലിയ ഒരു കാര്യമായിട്ട് എടുത്ത് പ്രദർശിപ്പിക്കുക. ഉം, ഉം, ഉം. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇവരൊന്നും യഥാർത്ഥ ആത്മീയ പുരോഗതി നേടിയവരല്ല. ഉം, ഉം, ഉം. അപ്പൊ യഥാർത്ഥ സന്യാസിമാരിങ്ങനെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വേഷം കെട്ടി ഉം, ഉം. ഇരിക്കുക, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ. ഉം. പിന്നെ ഈ യഥാർത്ഥ സന്യാസിക്ക് വേറെ ആരെയും അവരുടെ സിദ്ധികൾ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സാറ് ഇരുന്നിട്ടുണ്ടോ? അത്രയും സിദ്ധിയുള്ള അവരെ അഘോരി എന്നുള്ള പേരൊന്നും പറയാറില്ല. അല്ല. അവരെ ഹിമാലയത്തിൽ മാത്രമല്ല ഇവിടെയൊക്കെ കാണാം. അങ്ങനെയുള്ള ആൾക്കാരെ സാറ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നാണ് എന്റെ വിചാരം. സാറേ, ഇതിനകത്ത് പറഞ്ഞ പുസ്തകം എഴുതിയത് തപോവനം ശ്രീധരൻ നമ്പൂതിരി, അതാണ് ആ ബുക്ക്? അല്ലല്ല, അങ്ങനെ അഘോരി എന്നുള്ള പേരിൽ നോവൽ എഴുതിയിട്ടുണ്ടോ? അല്ല, ഇത് നോവലല്ല. അഘോര സമ്പർദായത്തെ പറ്റി അത് തുടങ്ങിയ ആള്. ഇത് 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലാണ്. അഘോരി എന്നുള്ള പേരൊന്നും ഇല്ല. ഇല്ല, ഇല്ല. അതിനു മുമ്പ് ദശനാമികളാണ് ഒഫീഷ്യലായിട്ടുള്ള ശങ്കരാചാര്യകള് തുടങ്ങിയ ഓർഗനൈസ്ഡ് സന്യാസം. അതല്ലാതെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ഗ്രൂപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ കൊല്ലുക എന്നുള്ളതാണ് നാഗ സന്യാസിമാരുടെ പഴയ കാലത്തെ ഡ്യൂട്ടി. അപ്പൊ നമുക്ക് ഇന്നിപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം സാർ. വേറെ ദിവസം, കാരണം വളരെ ആകസ്മികമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഓക്കെ സാർ, താങ്ക് യു.